എൻസൈം കറ്റാലിസിസ്. അടുത്തതായിട്ട് നമുക്ക് എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് നോക്കേണ്ടത്. നമ്മുടെ എല്ലാം ശരീരത്തിൽ ഒരു റിയാക്ഷൻ, നമ്മുടെ എന്താണ് ബോഡീസ് കെമിക്കൽ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ നമ്മുടെ ശരീരത്തിൽ കറ്റാലിസിന് ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ ഈ പ്രോട്ടീനൊക്കെ പെപ്റ്റൈഡാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ പെപ്സിൻ എന്ന് പറഞ്ഞൊരു എൻസൈമാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണേ. ഓക്കെ, അതായത് ഓക്കെ ഇവിടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ സ്റ്റൊമക്കിലെത്തുമ്പോഴത്തേക്കും പെപ്സിൻ എന്ന് പറഞ്ഞൊരു എൻസൈം വന്നിട്ട് അതിനെ അമിനോ ആസിഡാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പെപ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് ആണ് അത്, പക്ഷേ നമുക്ക് ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എൻസൈം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു പെപ്സിനെ നമുക്ക് ഒരു പേര് പറയാമല്ലോ, ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയാം. നമ്മുടെ ശരീരം അല്ലെങ്കിൽ പ്ലാന്റ്സിലൊക്കെ ആയിട്ട് പ്ലാന്റ്സിലുള്ള അങ്ങനത്തെ സാധനത്തിന് നമ്മൾ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയാം. അതിനെ അല്ലെങ്കിൽ പറയുന്നൊരു പേരാണ് എൻസൈം. ഓക്കെ, അപ്പോൾ ബയോ കെമിക്കൽ കറ്റാലിസിസ് എന്നും ഈ ഒരു പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ആ ഒരു എൻസൈമിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എൻസൈംസ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ അല്ല, ലിവിങ് പ്ലാന്റ്സിൻ്റെ അല്ല, ആനിമൽസിൻ്റെയൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ആക്ച്വലി. ഇതൊരു എൻസൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമുക്കറിയാം നൈട്രജനസ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ന്യൂമറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻസ് തന്നെ ഒരു എൻസൈം പ്രോസസ് ചെയ്യും. ഒരു നാച്ചുറൽ പ്രോസസ്സിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എൻസൈം അല്ലെങ്കിൽ എൻസൈം കറ്റാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എൻസൈം കറ്റാലിസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലല്ലാണ്ട് നമ്മൾ ഒരു ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് കെയിൻ ഷുഗർ നമ്മൾ ആദ്യം കാണിച്ചായിരുന്നു. ഷുഗർ എടുത്തിട്ട് ഈ 12H22O11 സ്റ്റേറ്റിൽ നിന്ന് എഴുതുന്നില്ല, ഇത് വാട്ടറിലിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞൊരു എൻസൈം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് C6H12O6 ഇതിന് രണ്ടെണ്ണം ഉണ്ടാവും. ഒരെണ്ണം ഗ്ലൂക്കോസ് ആയിരിക്കും, ഒരെണ്ണം ഫ്രക്ടോസ് ആയിരിക്കും. ഓക്കെ, ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞൊരു എൻസൈം യൂസ് ചെയ്യുമ്പോൾ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആകും. ഓക്കെ, ഞാനിത് ഇങ്ങനെ തന്നെ കൊടുക്കണം, സ്റ്റാർച്ചിന് ഒരു മാൾട്ടോസ്. ഈ ഒരു സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്ന എൻസൈമാണ് ഓക്കെ. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഡയാസ്റ്റേസ്. പിന്നെ ഗ്ലൂക്കോസ് നമുക്കറിയാം C6H12O6 നമ്മൾ സൈമേസ് വെച്ചിട്ട്, സൈമേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈഥൈൽ ആൽക്കഹോൾ കിട്ടും. അതായത് C2H5OH അത് കിട്ടും, പ്ലസ് 2CO2. ഇനി നമുക്ക് അതേപോലെ മാൾട്ടോസ് എമൗണ്ട് C12H22O11 ഇതിനെ വാട്ടർ വെച്ച് റിയാക്ട് ചെയ്ത് മാൾട്ടേസ് ആഡ് ചെയ്യണമെങ്കിൽ, മാൾട്ടേസാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, അതേപോലെ യൂറിയയുടെ ഡീകമ്പോസിഷൻ, യൂറിയ നമുക്കറിയാം, യൂറിയയും വാട്ടറും യൂറിയേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമോണിയ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ പെപ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പെപ്സിൻ എൻസൈം നമ്മുടെ പ്രോട്ടീനിനെ പെപ്റ്റൈഡ് ആക്കും. പാല്, മിൽക്കിനെ കേർഡാക്കുമല്ലോ, മിൽക്കിനെ കേർഡാക്കുന്ന ആ ഒരു എൻസൈമിൻ്റെ പേരാണ് ലാക്ടോബാസില്ലസ് എൻസൈം. ഓക്കെ,
ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് എൻസൈം കറ്റാലിസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓടിച്ച് നോക്കാം. അടുത്തതായിട്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു ക്യാരക്ടറിസ്റ്റാണ് മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് ആണ് ഈ ഒരു എൻസൈം കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മോളിക്യൂൾ ഓഫ് എൻസൈം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1,000,000 മോളിക്യൂൾസിനെ പെർ മിനിറ്റിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കറ്റാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വെരി ഹൈലി എഫിഷ്യൻ്റ് ആണ്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഹൈലി സ്പെസിഫിക് ആണ്. അത് നമ്മൾ നേരത്തെ സ്പെസിഫിക് പറഞ്ഞൊരു ഒരുപാട് ഇതുണ്ടെങ്കിലും നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ടൻറ്റിനെയോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയോ ആയിരിക്കും ഇത് ഒരു എൻസൈം വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂറിയസ് എൻസൈം എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോളിസ് ഓഫ് യൂറിയയുടെ മാത്രമേ ആ ഒരു ഹൈഡ്രോളിസ് ചെയ്യുന്നുള്ളൂ, വേറൊരു അമൈറ്റിൻ്റെയും ഹൈഡ്രോളിസ് അത് ചെയ്യില്ല. അതുപോലെ പിന്നെ വരുന്നതാണ് ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതായത് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. നമുക്കറിയാം ഈ എൻസൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു പ്രോട്ടീനാണ്. ഇപ്പോൾ പ്രോട്ടീൻ ഒരു ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയൊക്കെ നമ്മൾ വറക്കണം, നമ്മൾ കണ്ടിട്ടില്ലേ, വറക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ വെള്ള കളറായി പോകുന്നത് പ്രോട്ടീൻ ഡീനേച്ചറായി പോകും. അപ്പോൾ പ്രോട്ടീൻ നശിച്ചു പോകുമല്ലോ അത്. അപ്പോൾ ഒരു ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അതേപോലെ തന്നെ ഒരു മാറുന്നൊരു സ്റ്റേറ്റാണ് pH മാറ്റുമ്പോൾ. ഇപ്പോൾ pH ഒരു 5 to 7 ഒരു റേഞ്ചിലിരിക്കും. അപ്പോൾ അതുപോലെ ടെമ്പറേച്ചർ 298 to 310 കെൽവിനിലായിരിക്കും നല്ലത്. നമ്മുടെ ശരീരത്തിലൊക്കെ ആണെങ്കിൽ 310 കെൽവിൻ വരെ ആയിരിക്കും ഒരു എൻസൈം കാറ്റലിസിസ് റിയാക്ഷന് പറ്റിയൊരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ഹൈലി ആക്റ്റീവിൻ്റെ ഒപ്റ്റിമം ഒരു സ്പെസിഫിക് pHലാണ് ഇതൊരു നല്ലൊരു ആക്ടിവിറ്റി കാണിക്കുന്നത്. 5 to 7 pHലാണ് ഇത് ആക്ടിവിറ്റി നല്ലപോലെ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ഓർ കോ എൻസൈം. അതായത് കോ എൻസൈം ആയിട്ടുള്ള ഒരു മറ്റൊരു എൻസൈം ഈ ഒരു എൻസൈമിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ എൻസൈമൊക്കെ ആക്ടിവിറ്റി കൂടാറുണ്ട്. അങ്ങനെയുള്ള എൻസൈംസ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഓർഗാനിക് മോളിക്യൂൾസ് പോലത്തെ ഒരു ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഒരു എൻസൈമിൻ്റെ ഒപ്പം പ്രസൻറ്റ് ആവണമെങ്കിൽ ആ സമയത്ത് അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി വളരെയധികം കൂടുതലായിട്ട് കാണാൻ പറ്റും. അതേപോലെ ആക്ടിവേറ്റേഴ്സ് എന്ന് നമ്മൾ ഇതിൻ്റെ അത് കണ്ടല്ലോ. ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി ഒരു മെറ്റൽ അയോൺസ് ഒക്കെ ഇരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമലൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ അമലൈസിൽ ഒരു സോഡിയം ക്ലോറൈഡൊക്കെ പ്രസൻ്റ് ആണെങ്കിൽ സോഡിയം അയോൺസ് വന്ന അമലൈസിൽ വെഹിക്കിൾ ബോണ്ടഡായി നിൽക്കുന്നതുകൊണ്ട് എൻസൈം അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ മെറ്റലാണെങ്കിൽ നമ്മളതിനെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയും. അതൊരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ പോലത്തെ ഒരു സ്മോൾ ഓർഗാനിക് പോലത്തെ മോളിക്യൂൾസ് ഒക്കെ ആണെങ്കിൽ നമ്മളതിനെ കോ എൻസൈം എന്ന് പറയും. അടുത്തതായിട്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയിസൺസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഹിബിറ്റേഴ്സും പോയിസൺസും ഒക്കെ എങ്ങനെ കാറ്റലിസ്റ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്ററോ പോയിസണോ ചെന്നിട്ട് ഈ കാറ്റലിസ്റ്റിൻ്റെ എൻസൈമിൻ്റെയൊക്കെ ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ അവിടെ ചെന്നിരിക്കും. അപ്പോൾ എന്താ റിയാക്റ്റൻ മോളിക്യൂൾസിന് അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും, ആ ഒരു റിയാക്ഷൻ നടക്കാതാവും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന മിക്ക മരുന്നും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എൻസൈമിൻ്റെ പ്രവർത്തനത്തെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അത് ചെന്നിട്ട് ആ ഒരു ആക്റ്റീവ് സൈറ്റിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ആ റിയാക്ഷൻ നടക്കാണ്ടാവും. അങ്ങനെയാണ് മിക്ക ഒരു ഡ്രഗ്സൊക്കെ അതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ് ആണ് കേട്ടോ. മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ഒരു എൻസൈമിൻ്റെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എടുക്കുമ്പോൾ അതിൻ്റെ സർഫസിൽ ഒരുപാട് ക്യാവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ക്യാവിറ്റീസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ്സ് ആക്റ്റീവ് ഗ്രൂപ്പ്, അതായത് NH2, COH, SH അല്ലെങ്കിൽ OH അതേപോലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകളൊക്കെ വെച്ചായിരിക്കും ഇതിനെ ഒരു സെലക്റ്റീവായിട്ടൊക്കെ അബ്സോർബ് ചെയ്യില്ലോ അങ്ങനെയൊക്കെ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആക്റ്റീവ് സെൻറ്റേഴ്സാണ് ഈ ഒരു ഗ്രൂപ്പ്സൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാവിറ്റിക്ക് ഒരു പ്രത്യേക ഷേപ്പോ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ
ഇതൊരു എൻസൈം ആണെന്ന് വിചാരിക്കുക. ഇതിനൊരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പില്ലേ. അപ്പോൾ ഇതേപോലെ ഒരു നമ്മളുടെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിന് അതിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ഇതിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഓക്കെ, ഈ റിയാക്റ്റൻറ്റിൻ്റെ ഷേപ്പ് ഇതിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ഇതിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഇത് ഇവിടെ ചെന്ന് നിന്നിട്ട് ഫസ്റ്റ് തന്നെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പ്രൊഡക്ട്സ് ആയിട്ട് പിന്നെ പോരും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ആവണ പോലെ പറയാമല്ലോ. അപ്പോൾ ബ്രേക്കായിട്ട് അപ്പോൾ ആദ്യം ഇതിൽ നേരെ ചെന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി, അതിനുശേഷം അത് പ്രൊഡക്ട്സ് ആയിട്ട് മാറി, അത് വിട്ടുപോകുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് റിയാക്ഷൻ നടന്നു. അപ്പോൾ ആദ്യം ബൈൻഡിങ് ഓഫ് ദി എൻസൈം ടു ദി സബ്സ്ട്രേറ്റ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ഇതിന് മുന്നേ കണ്ടാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതിനുശേഷം ഡീകമ്പോസിഷൻ ഓഫ് ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ടു ഫോം പ്രൊഡക്ട്സ്, എന്നിട്ട് അത് അതിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതാണ് മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ കാറ്റലിസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു പ്രോസസ്സാണ് ഹേബേഴ്സ് പ്രോസസ്സ്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം, നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗിവിങ് ടു NH3 അമോണിയ വരും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞു ഫൈൻലി ഡിവൈഡഡ് അയൺ ആണ്. കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈൻലി ഡിവൈഡഡ് അയൺ ആണ്. ഇവിടെ നമ്മൾക്ക് പ്രൊമോട്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ് മോളിബ്ഡിനം. അതുപോലെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ പ്രഷർ 200 ബാർ, ടെമ്പറേച്ചർ നമുക്ക് 723 to 773 കെൽവിനാണ് നമുക്ക് ടെമ്പറേച്ചർ വരുന്നത്. ഹേബേഴ്സ് പ്രോസസ്സാണ് കേട്ടോ പറയുന്നത്. ഹേബേഴ്സ് പ്രോസസ്സിൽ നമുക്ക് ഫൈനലി ഡിവൈഡഡ് അയണാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രൊമോട്ടറായിട്ട് മോളിബ്ഡിനം യൂസ് ചെയ്യും. 200 ബാറാണ് അതിൻ്റെ പ്രഷർ, 723 to 773 ആണ് അതിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് അതേപോലെ ഒരു യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓസ്വാൾട്ട് പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈട്രിക് ആസിഡ് നമുക്കറിയാം HNO3 ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അതിൻ്റെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇത് എഴുതാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് അമോണിയം ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് NO ഉണ്ടാവും. ഓക്കെ, നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും. നൈട്രിക് ഓക്സൈഡ് ഉണ്ടായിട്ട് നൈട്രിക് ഓക്സൈഡ് ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് 2NO2 ഉണ്ടാവും. ഓക്കെ, 2NO2 ഉണ്ടാവും. അതിനുശേഷം 4NO2യും 2H2യും ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് 4HNO3 ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്താണെന്ന് നോക്കാമല്ലോ. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ് ആണ് ഇവിടെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ടെമ്പറേച്ചറാണ് 573 കെൽവിൻ ടെമ്പറേച്ചർ ഇവിടെ കൊടുക്കും. ഓസ്വാൾട്ട് പ്രോസസ് ഫോർ ദി നൈട്രിക് ആസിഡ് സിന്തസിസ്. അപ്പോൾ പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ് ആണ് ഇവിടെ കാറ്റലിസ്റ്റ്. 573 ആണ് ടെമ്പറേച്ചർ, അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ മൂന്നാമതുള്ളൊരു ഓർത്തിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് കോണ്ടാക്ട് പ്രോസസ്സ്. ഇത് നമുക്ക് ഈ ഓസ്വാൾട്ട് പ്രോസസ്സിൽ നമ്മളെന്തായിരുന്നു നൈട്രിക് ആസിഡ് ആയിരുന്നു. ഇവിടെ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എന്താണ് H2SO4 ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓസ്വാൾട്ട് പ്രോസസ്സിൽ അമോണിയയിലായിരുന്നു തുടക്കം. ഇവിടെ എന്തായിരിക്കും, ഇവിടെ
ഓക്കെ, ഇപ്പോൾ കോൺടാക്ട് പ്രോസസ്സിൽ ഫസ്റ്റ് തന്നെ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും. അതിനുശേഷം ഈ സൾഫർ ട്രയോക്സൈഡും H2SO4 റിയാക്ട് ചെയ്തിട്ട് ഒലിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഇതാണ് ഒലിയം കേട്ടോ. ഒലിയം ഇതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് H2S2O7 ഇത് മിക്കവാറും പല നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനും PSC അങ്ങനെയുള്ള എക്സാമിനേഷൻസിനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളൊരു റിയാക്ഷനാണ് കോൺടാക്ട് പ്രോസസ്സിൻ്റെ. അപ്പോൾ ഇതിൽ ഒലിയം എന്ന് പറഞ്ഞത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒലിയവും പിന്നെ വാട്ടറും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് H2SO4 ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഈ സൾഫർ ട്രയോക്സൈഡിൻ്റെ കോൺടാക്ട് പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ്. അതേപോലെ വനേഡിയം പെൻറ്റോക്സൈഡ് V2O5 കേട്ടോ. വനേഡിയം പെൻറ്റോക്സൈഡും കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ടെമ്പറേച്ചർ കൊടുക്കാറ് അറൗണ്ട് 673 to 723 കെൽവിനാണ്. 723 കെൽവിനാണ് ടെമ്പറേച്ചർ കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ കാറ്റലിസ്റ്റ് നമ്മൾ 3 കാറ്റലിറ്റിക് പ്രോസസ്സാണ് നമ്മൾ പഠിച്ചത്. കാറ്റലിറ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ആദ്യം നോക്കിയ പ്രോസസ്സാണ് ഹേബേഴ്സ് പ്രോസസ്സ്, പിന്നെ ഓസ്വാൾഡ് പ്രോസസ്സ്, അതിനുശേഷം കോൺടാക്ട് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.